വിസ ജോലി വാഗ്ദാന പണത്തട്ടിപ്പുകൾക്ക് കട്ടപ്പന നഗരം കേന്ദ്രമാകുന്നു. 2 വർഷ കാലയളവിൽ 30ഓളം കേസുകളാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കാട്ടി ഇന്ന് കട്ടപ്പനയിലെത്തിയത് വയനാട്ടുകാരിയാണ്. ഇസ്രായേൽ ജോലി വാഗ്ദാനം ചെയ്ത് 11 ലക്ഷം തട്ടിച്ചതായി കാഞ്ചിയാർ സ്വദേശികളുടെയും പരാതി. കൃത്യമായി വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നതോടെയാണ് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത്. കട്ടപ്പന നഗരം കേന്ദ്രീകരിച്ച് ജോലിയും വിസയും വാഗ്ദാനം ചെയ്ത് പണം കബളിപ്പിക്കുന്നത് വ്യാപകമാകുന്നു. നഗരത്തിൽ ഓഫീസുണ്ടെന്ന് അവകാശപ്പെട്ട് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളെയാണ് പ്രധാനമായും കുരുക്കിലേക്ക് ഇരയാക്കുന്നത്. എന്നാൽ പണം ഇടപാടുകൾ എല്ലാം തന്നെ മറ്റു ജില്ലകളിൽ വെച്ച് നേരിട്ടോ അക്കൗണ്ട് വഴിയോ കൈക്കലാക്കും. വിദേശത്തെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠനമോ മികച്ച ജോലിയോ ആണ് വാഗ്ദാനം. അതിനായി പലതവണയായി പണം കൈക്കലാക്കും. ഉടൻ വിദേശത്തേക്ക് അയക്കാം എന്ന് പറയുമെങ്കിലും വർഷങ്ങളോളം നടപടി ഉണ്ടാകില്ല. പിന്നീട് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട നമ്പറോ അഡ്രസ്സോ ഉണ്ടാകില്ല. ഇങ്ങനെ നിരവധി ആളുകളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കും ഡിവൈഎസ്പി ഓഫീസിലേക്കും പരാതിയുമായി എത്തുന്നത്. വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ആളെ അന്വേഷിച്ച് കട്ടപ്പനയിലെത്തിയവർക്കും പറയുവാനുള്ളത് നഷ്ടമായ ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. സുഹൃത്ത് ബന്ധങ്ങളുടെ മറവിലാണ് ഇടപാടുകൾ പലതും. വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് പൈസ വാങ്ങിയതാണ്. ബിബിൻ ചെയ്യുമ്പോൾ മടിയഞ്ചേരി കട്ടപ്പന ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത്. അപ്പോൾ ഇതുവരെ കൊണ്ടുപോകാനൊരു നടപടിയില്ല. ഇപ്പോൾ ആളെ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല. പിന്നെ 2022 എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പോൾ ആൾ മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലൈസ്ഡായപ്പോൾ നമ്മൾ ഈ പൈസയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് തന്നില്ല. പിന്നെ എൻ്റെ മകൾ +2 കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അപ്പം അവരുടെ അഡ്മിഷന് വേണ്ടിയിട്ടും ഞങ്ങൾ ചോദിച്ചു. യാതൊരുവിധ ഇതുമില്ല. പൈസയും തിരിച്ചു തന്നില്ല. കാര്യങ്ങളൊന്നും നടത്തിയില്ല. ഞങ്ങളുടെ അക്കൗണ്ട് വഴി ഞങ്ങൾ 25,11,000 രൂപ ഞങ്ങൾ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ പരാതി അന്ന് FPക്ക് പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു 2,60,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ബൈ ക്യാഷ് ഒരു 10 ലക്ഷം രൂപ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അത് വയനാട്ടിൽ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിപിൻ്റെ ഫാദറും കൂടെ വന്നിട്ടാണ് ഈ പൈസ വാങ്ങിയത്. ഇപ്പോൾ ഫാദറിനെ ഞങ്ങൾ ഒരിക്കൽ പോയി കണ്ടു. ഞങ്ങളിവിടെ പോയി കണ്ടു. അന്നേരം പൈസ കയ്യിൽ തരാനില്ല. ഞങ്ങൾക്കൊരു 10 സെൻറ്റ് സ്ഥലം നെടുമങ്ങാടുണ്ട്, അതെടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം ഇവരാരും ഫോൺ വിളിച്ച് എടുക്കുകയില്ല, സംസാരിക്കുകയില്ല. ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത 3 പേരിൽ നിന്നായി 11 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ സ്വദേശികളും പരാതി നൽകിയതായും വിവരമുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒമാൻ, റഷ്യ എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ പരാതിയുമായി കട്ടപ്പനയിൽ എത്തിയിരുന്നു. വിദേശത്തേക്കുള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ വ്യക്തികളെക്കുറിച്ചോ ഏജൻസികളെക്കുറിച്ചോ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് ആളുകൾ ഇതിലേക്ക് എടുത്തുചാടുന്നത്. പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വർഷ കാലയളവിനുള്ളിൽ 30ഓളം കേസുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കട്ടപ്പനയാണ് സ്വദേശം എന്നും ചെന്നൈയിലും ബാംഗ്ലൂരിലുമാണ് ഏജൻസിയുടെ പ്രവർത്തനം എന്നുമാണ് തട്ടിപ്പുകാർ ആളുകളോട് അവകാശപ്പെടുന്നത്. തട്ടിപ്പ് മനസ്സിലാക്കിയ ശേഷം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനമോ വ്യക്തിഗത വിവരങ്ങളോ ലഭ്യമാകില്ല. തുടർന്നാണ് കട്ടപ്പനയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അന്വേഷണവുമായി എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും തട്ടിപ്പുകാരുടെ മേൽവിലാസത്തിൽ അങ്ങനെ ഒരാൾ താമസമുണ്ടാകില്ല. മേൽവിലാസം ശരിയാണെങ്കിൽ തന്നെ തട്ടിപ്പ് നടത്തിയ ആൾ അവിടെ കാണുകയില്ല. പിന്നീട് പണം നൽകിയവർ പോലീസുമായി ഇവരുടെ വീടുകളിലെത്തുമ്പോൾ അതും പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. ഇത്തരത്തിൽ കട്ടപ്പനയെ കേന്ദ്രമാക്കിയോ കട്ടപ്പനയിലാണ് ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചോ മറ്റു ജില്ലകളിലെ ആളുകളെ ഇരയാക്കുന്ന സംഘങ്ങൾ ശക്തമാവുകയാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വിദേശത്ത് പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കണം എന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.